വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 486. പുഞ്ചിരിക്കുക, പുഞ്ചിരി പരത്തുക. സ്നേഹത്തിന്റെ അനന്തമായ സന്ദേശങ്ങളും വികാരങ്ങളുമാണ് പുഞ്ചിരി പ്രതിനിധാനം ചെയ്യുന്നത്. എ സ്മൈൽ ഈസ് വർത്ത് 1,000 വേർഡ്സ്, അഥവാ ഒരു പുഞ്ചിരിക്ക് 1000 വാക്കുകളുടെ വിലയുണ്ടെന്നാണ് പറയാറുള്ളത്. പറയാതെ തന്നെ പല കാര്യങ്ങളും പറയുന്ന ഒരു ഭാഷയാണ് പുഞ്ചിരി. അത് ഭാഷയുടെ അതിരുകളെ മറികടന്ന് ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയും സൗഹൃദത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. ഒരു പുഞ്ചിരി 1000 വാക്കുകൾക്ക് തുല്യം. കാരണം അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, ഹൃദയത്തിലേക്കാണ് എത്തുന്നത്. അതിനാൽ എപ്പോഴും പുഞ്ചിരിക്കുക, പുഞ്ചിരി പരത്തുക. ലോകം കൂടുതൽ മനോഹരമാകും. ഒരു ചെറിയ പുഞ്ചിരി അത് വെറും മുഖഭാവമല്ല, ഒരു മനസ്സിന്റെ ഭാഷയാണ്. നാം പുഞ്ചിരിയോടെ സംസാരിക്കുമ്പോൾ ഹൃദയങ്ങൾ അടുത്തു വരുന്നു, ബന്ധങ്ങൾ ശക്തമാകുന്നു. അതിനാൽ ഓരോ ദിവസവും ഒരു പുഞ്ചിരിയോടെ ആരംഭിക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുക. നമ്മുടെ മനസ്സിന്റെ പ്രകാശം ലോകത്തോട് പങ്കിടുക. ഓർക്കുക, പുഞ്ചിരി ചെറുതാണ്, പക്ഷേ അതിന്റെ സ്വാധീനം വളരെ വിശാലമായ മാനങ്ങളുള്ളതാണ്. നാം പുഞ്ചിരിക്കുമ്പോൾ ലോകം നമ്മോടും പുഞ്ചിരിക്കും. പുഞ്ചിരി പരത്തുകയും സന്തോഷം വിതറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലോകം കൂടുതൽ മനോഹരമാകും. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ലോക ചിരിദിനമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചിരി സംബന്ധിച്ച ചില കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നത്. ചിരിക്കാൻ മറന്നുപോകുന്ന ഒരു തലമുറയെ പുഞ്ചിരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ദിനമാണ് ലോക ചിരിദിനം. മുഖത്ത് വിരിയുന്ന പുഞ്ചിരി സുന്ദരമായ കാഴ്ചയാണ്. മറ്റുള്ളവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് കാരണമാവുകയെന്നത് വലിയ പുണ്യവും. ചിരിക്കുമ്പോൾ നാം കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമാവുക മാത്രമല്ല, പോസിറ്റിവിറ്റിയുടെയും സന്തോഷത്തിന്റെയും കാരണക്കാരാവുക കൂടിയാണ്. ചിരിയിലൂടെ ആരോഗ്യം, സന്തോഷം, ലോകസമാധാനം എന്ന മഹത്തായ സന്ദേശത്തോടെ 1998 ലോക ചിരിദിനം സ്ഥാപിച്ചത് ലോകമെമ്പാടുമുള്ള ചിരി യോഗ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ മദൻ കഠാരിയയാണ്. 1998 ജനുവരി 11 ഇന്ത്യയിൽ മുംബൈയിലാണ് ആദ്യമായി ലോക ചിരിദിനം ആഘോഷിച്ചത്. ഡോക്ടർ മദൻ കഠാരിയ തന്നെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പിന്നീട് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ലോക ചിരിദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക ചിരിദിനാചരണം ലോകസമാധാനത്തിനായുള്ള ഒരു നല്ല പ്രകടനമാണ്. ചിരിയിലൂടെ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ആഗോള ബന്ധം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ന് അക്രമം, ഭീകരവാദം, പ്രകൃതി ദുരന്തങ്ങൾ, ആഗോളതാപനം, മോശം സമ്പദ് വ്യവസ്ഥ, മറ്റ് സമ്മർദ്ദ ഘടകങ്ങൾ എന്നിങ്ങനെ നിഷേധാത്മകതയുടെ ഒരു കടലാണ് നമ്മെ ചുറ്റിപ്പറ്റിയുള്ളത്. ആളുകൾ സന്തുഷ്ടരും ആരോഗ്യവാന്മാരുമാകുമ്പോഴാണ് അവർ ലോകസമാധാനത്തിന് സംഭാവന നൽകുക. ചിരിയിലൂടെ നമുക്ക് എങ്ങനെ ലോകസമാധാനം കൊണ്ടുവരാൻ കഴിയും എന്ന് ഡോക്ടർ മദൻ കഠാരിയ വിശദീകരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ മാറുന്നു. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറുന്നു. ബാഹ്യലോകത്തിന്റെ മാറ്റം കാണാനുള്ള താക്കോലാണ് ആന്തരിക മാറ്റം. ബാഹ്യലോകത്തിലെ യുദ്ധം ആളുകളുടെ മനസ്സിൽ നടക്കുന്ന ആന്തരിക യുദ്ധത്തിന്റെ പ്രതിഫലനമാണ്. ഉപാധികളില്ലാത്ത ചിരിക്ക് ആന്തരിക രസതന്ത്രം മാറ്റാനും ഉള്ളിൽ നമ്മെ നല്ലവരാക്കാനും ശക്തിയുണ്ട്. നിങ്ങൾ ഉള്ളിൽ നല്ലവരാകുമ്പോൾ അത് പുറം ലോകത്തെക്കുറിച്ചുള്ള ധാരണയെ മാറ്റുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ക്ഷേമത്തിനുള്ള ഏറ്റവും എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ പരിഹാരമാണ് ചിരി. ചിരി ഒരു സാർവത്രിക ഭാഷയാണ്. നാം എല്ലാവരും സംസാരിക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. സാമൂഹിക ചിരി ക്ലബ്ബുകളുടെ ശൃംഖലയിലൂടെ നിരുപാധികമായ സ്നേഹം, ദയ, അനുകമ്പ എന്നിവയിൽ വിശ്വസിക്കുന്ന കരുതലും പങ്കുവയ്ക്കലുമുള്ള ആളുകളെ സൃഷ്ടിക്കാനാകും. നിരുപാധികമായ സ്നേഹത്തിലൂടെയും ചിരിയിലൂടെയും മുഴുവൻ മനുഷ്യരാശിയെയും ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു ആഗോള സംരംഭമാണ് ചിരി ക്ലബ് പ്രസ്ഥാനം. ചിരിയിലൂടെ നല്ല ആരോഗ്യം, സന്തോഷം, ലോകസമാധാനം എന്നിവ സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു മതേതര, വംശീയ, ലാഭേച്ഛയില്ലാത്ത സംഘടനയാണിത്. ഈ വിപ്ലവകരമായ ആശയം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും പൂർണ്ണമായ ആരോഗ്യം കൈവരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നാം ജീവിക്കുന്ന ലോകത്ത് ഏറ്റവും പ്രസക്തമായ വികാരമാണ് പുഞ്ചിരി. പുഞ്ചിരിച്ചും പുഞ്ചിരി പരത്തിയും എല്ലാ ദിവസവും പുഞ്ചിരി ദിനമാക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകുമെന്നതിൽ സംശയം വേണ്ട. വിജയമന്ത്രങ്ങൾ
വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.